ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷോൾ മുറുക്കിയെന്ന് പ്രതി സെബാസ്റ്റ്യൻ. സ്ഥലം വിൽപ്പനയിലെ 1.5 ലക്ഷം രൂപ തരാൻ വിസമ്മതിച്ചതാണ് കൊലപാതക കാരണം എന്നാണ് പ്രതിയുടെ മൊഴി. കത്തിച്ച അസ്ഥികഷണങ്ങൾ വേമ്പനാട്ട് കായലിൽ ഉപേക്ഷിച്ചു. സെബാസ്റ്റ്യന്റെ കൂട്ടാളിയായിരുന്ന ആത്മഹത്യ ചെയ്ത മനോജിനും കൊലപാതക വിവരം അറിയാമായിരുന്നുവെന്നും സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ മനോജിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് എന്നതാണ് ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം തന്നെ ബിന്ദു പത്മനാഭനെ കൊന്നു എന്നത് സമ്മതിച്ചതാണ്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അയാൾ പറയുകയാണോ? ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നത് കഴിഞ്ഞ ദിവസം തന്നെ സെബാസ്റ്റ്യൻ സമ്മതിച്ചിരുന്നു. അശ്വിൻ പാലാഴി, കൂടുതൽ കാര്യങ്ങൾ ഇയാൾ വെളിപ്പെടുത്തുകയാണോ? അനുജ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ കാര്യമായൊരു പുരോഗമനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഒരു ഏറ്റുപറച്ചിൽ എന്നുള്ള ഒരു കുറ്റസമ്മതം എന്നുള്ള നിലയിലൊക്കെ ഇയാൾ നടന്ന കാര്യങ്ങൾ പൂർണ്ണമായും ക്രൈംബ്രാഞ്ച് സംഘത്തോട് വിശദീകരിച്ചത്. ഈ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന് ലഭിച്ച 1.5 ലക്ഷം രൂപ അത് ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ കഴിയില്ല എന്ന് ബിന്ദു പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിലാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് മൊഴി. കഴുത്തിൽ ഷാൾ കുരുക്കി മുറുക്കിയ ശേഷം വീട്ടിൽ വെച്ച്, പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മൃതദേഹം വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു. മാസങ്ങൾക്ക് ശേഷം അത് പുറത്തെടുത്ത് അതിൻ്റെ എല്ലുകൾ വീണ്ടും അഗ്നിക്കിരയാക്കി. ആ കത്തിച്ച എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ വേമ്പനാട്ട് കായലിലേക്ക് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് വീണ്ടെടുക്കാനാവാത്ത വിധം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. എന്തായാലും കോടതിയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആധികാരികത വേണമെങ്കിൽ ഒരു തെളിവ് എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കേണ്ടി വരും. പക്ഷേ നിലവിൽ അത് അപര്യാപ്തമാണ്. എന്ത് തെളിവായി നൽകും എന്നൊരാശങ്ക അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ ശേഷം ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി സെബാസ്റ്റ്യനെ കോടതിയിൽ സമർപ്പിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ കൂടുതൽ വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങൾ അശ്വിൻ പാലാഴി നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.